ഹായ് ഡിയേഴ്സ്, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നേരത്തെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവധിയുമായി ബന്ധപ്പെട്ട്, പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നേരത്തെ സ്റ്റാറ്റസ് കണ്ട് എൻ്റെ +2 സയൻസ് ഷുവർ എ പ്ലസ് ബുക്ക് വാങ്ങിയൊരു കുട്ടി മെസ്സേജ് ചെയ്ത് പറഞ്ഞു ആ കുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള ഒരു 8ാം ക്ലാസ്സിലെ പയ്യനാണ് ഇന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടത്. തേവരക്കര ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടിയാണ്, ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്, തേവരക്കര 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള നമ്മളെ സ്റ്റുഡൻ്റ് ആണ്. മീൻസ് ബുക്കാണ് വാങ്ങിയിട്ടുള്ളത്. ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടിയല്ല. +2 സയൻസിന്റെ ഷുവർ എ പ്ലസ് ബുക്ക് വാങ്ങി നിങ്ങൾക്ക് സ്ക്രോൾ കാണാൻ പറ്റും. 1480 രൂപയുടെ ബുക്ക് വാങ്ങിയ കുട്ടി സ്റ്റാറ്റസ് കണ്ട് മെസ്സേജ് അയച്ചതാണ്. സാർ, എൻ്റെ അയൽവാസിയായിട്ടുള്ള കുട്ടിയാണ്. വല്ലാത്തൊരു ഷോക്കായി പോയി. ഷോക്ക് ഏറ്റതും കൂടി വല്ലാത്തൊരു ഷോക്കായി. അതെ അതെ, അവനൊരു അനിയനും കൂടിയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ടോപ്പിക് വന്നത് ഈ പഠിപ്പ് മുടക്ക് എന്നുള്ളതാണ്. കുറെ ആളുകൾ പഠിപ്പ് മുടക്ക് എന്ന് പറയുമ്പോഴേ സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് പറയുന്നത് സ്കൂളിലേക്ക് പോകേണ്ടി വരും, മക്കളൊക്കെ പോകേണ്ടി വരും. പിന്നെ അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്ത് ആ വിദ്യാർത്ഥി സംഘടന അത്രയും ശക്തമായിട്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ ചിലപ്പോൾ പ്രതിഷേധത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, മക്കളെ നാളെ ഒരു സമരം ഉള്ളത് കൊണ്ട് സ്കൂളിലേക്ക് വരേണ്ടതില്ല കേട്ടോ. അങ്ങനെ മെസ്സേജ് കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങനെ മെസ്സേജുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂണിഫോം ഇട്ട് നല്ലപോലെ തന്നെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ഇനി പോയതിന് ശേഷം ഒരു 10, 10:30, 11 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് വന്നിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാവരും ഇറങ്ങണം എന്ന് പറയേണ്ടി വന്നാൽ പിന്നീടും സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് ചിലപ്പം സ്കൂളിൽ പിന്നെ ലീവ് ചെയ്യിപ്പിക്കേണ്ടി വരും കുട്ടികളെ. സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. മുന്നൊരു പഠിപ്പ് മുടക്കുണ്ടായ സമയത്തും കുട്ടികൾ ചില സ്കൂളുകളിൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതെ അതെ, പിന്നെ പല സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സും വെച്ചിട്ടുണ്ട്. മഴ കാരണത്താൽ അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒന്നാണ് പക്ഷേ കാസർഗോഡ്. ഇവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ലീവാണ്. എല്ലാവർക്കും ലീവാണ്. കാസർഗോഡ് കംപ്ലീറ്റ് ലീവാണ്. പക്ഷേ നമ്മുടെ വയനാട്ടിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വയനാടുകൾക്കും കോളേജുകൾക്കും അവധിയാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ഇതാ കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമേ എന്തുള്ളൂ ക്ലോസ്, പക്ഷേ കോളേജുകൾക്ക് അവധിയില്ല കേട്ടോ. മാത്രമല്ല കുറച്ച് ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും കൂടി അവധിയുണ്ട്. അപ്പൊ 3 ജില്ലകളിൽ അവധിയാണ്. പിന്നെ സംസ്ഥാന വ്യാപകമായി 14 ജില്ലയിലും KSU AVP വിദ്യാർത്ഥി സംഘടനകളുടെ പഠിപ്പ് മുടക്കുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ സുരക്ഷിതത്വത്തെ മാനിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഉണ്ടാവാതിരിക്കട്ടെ. 45 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇനിയൊരു കുട്ടി എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഷോക്കേറ്റ് മരിക്കാതിരിക്കട്ടെ. ആൾക്കും ഇതുപോലെ അശ്രദ്ധ ഒരു സ്കൂളുകളിൽ സംഭവിക്കാണ്ടിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ചുമ്മാ ഒരു വീഡിയോ അല്ല, നമ്മളെ ഒരു അവയർനെസ് വീഡിയോയും കൂടെയാണ്. ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂളിന്റെ അനാസ്ഥ എന്ന് പറയുന്നതിന് അങ്ങേപ്പുറത്ത് നമ്മൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം അറിയോ, മൊത്തത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ചാടി കളിക്കുന്ന സമയത്തും അത് പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ അവിടെ ഡേഞ്ചർ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ല. ഇതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ MS from MS Solutions and Shafi sir, I'm from M Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.